അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, സർക്കാരിന്റെ പുതിയ ബ്രാൻഡിയുടെ പേരെന്താണെന്നറിയാമോ? ഇന്ന് പുറത്ത് വന്നേക്കും എന്നാണ് അറിയുന്നത്. ജവാൻ ഡ്രമ്മിന്റെ വില തന്നെയാകുമെന്നാണ് സൂചന. 1/2 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് തുടക്കത്തിൽ ലഭിക്കുക. മന്ത്രി MP രാജേഷ് തന്നെ പേര് പ്രഖ്യാപിച്ചേക്കും എന്നറിയുന്നു. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ഉണ്ട്. സുനിഷ അയ്യല്ലൂർ, ഇന്നലെ നമ്മൾ ചില പേരൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു. അതിലൊരു പേര് ട്രോളായിട്ട് വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്നായിരുന്നു ഒരു പേര്, ജവാൻ എന്നാണ് വേറൊരു ഡ്രമ്മിന്റെ പേര്. ഇത് ബ്രാൻഡിയുടെ പേര് ക്യാപ്റ്റൻ എന്നിട്ടാൽ എന്താ കുഴപ്പമാവോ എന്ന് ചോദിച്ചു. വേറെ ചില ആളുകൾ പറഞ്ഞു നമുക്കതിന് എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ടൊക്കെയാണല്ലോ ഇപ്പോൾ പലപ്പോഴും നടക്കുന്നത് എന്നുള്ള വിമർശനത്തിൽ സൈലന്റ് മൊമെന്റ്സ് അല്ല സീക്രട്ട് മൊമെന്റ്സ് എന്നിട്ടാലോ എന്ന് കൂടി ചോദിച്ചു. എന്തായാലും ഇന്ന് കാത്തിരിപ്പിന് വിരാമമാവുമല്ലേ? ബ്രാൻഡിയുടെ പേരും വിലയും ഇന്നറിയാം. അരുൺ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ, അതായത് ബെബ്കോ ഈ പേരിടാൻ ഈ പൊതുജനങ്ങൾക്ക് ഒരു അവസരം കൊടുത്ത സമയത്ത് തന്നെ ആകെ ഒരു 1-2 ദിവസത്തിനകം 3000-ലും 5000-ലും അധികം പേരുകൾ ഈ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് ലഭിച്ച വിവരം. പിന്നീട് അത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. പക്ഷേ ഏത് പേരായിരിക്കും എന്നുള്ളത് അറിയാൻ സ്വാഭാവികമായും ഒരു കൗതുകം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ന് ഈ പേരും വിലയും സംബന്ധിച്ച് ഒരു വിവരം തരുമെന്നുള്ളതാണ് ബെബ്കോ ഇപ്പോൾ അറിയിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ വിലയുടെ കാര്യത്തിലായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞത്. കുറഞ്ഞ വിലയിൽ വിപണിയിൽ എത്തുമെന്നുള്ളത് തന്നെയായിരുന്നു സൂചന. ഇപ്പോ ട്രാവൻകൂർ ഷുഗേഴ്സ് നിർമ്മിക്കുന്ന ഈ ജവാൻ റമ്മിന്റെ വില, അതിനോട് അതേ രീതിയിലുള്ള വില തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ പുതിയ ബ്രാൻഡിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഒരു ലിറ്ററിന് 650-ഉം ഈ ഫുള്ളിന് 490-ഉമാണ് ജവാൻ റമ്മിനുള്ളത്. അത്തരത്തിലുള്ള ഒരു അതേ സ്ഥാനത്തിലുള്ള ഒരു വില തന്നെയായിരിക്കും ഈ പുതിയ ബ്രാൻഡിക്കും എന്നുള്ളത് തന്നെയാണ് സൂചനയായി ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ 1/2 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും ഈ മദ്യം ലഭിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ 21-നാണ് ഇത് ഇറങ്ങുന്നതെങ്കിൽ പോലും ചില നടപടികൾ, അടുത്ത ട്രേസ് നടപടികൾ അടക്കം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളെല്ലാം കഴിഞ്ഞ് ഒരു 2, 3, 4 ദിവസത്തിന് ശേഷമായിരിക്കും അത് വെയർഹൌസുകളിലേക്ക് എത്തുക എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും പേരെന്ത്, വില എത്രയായിരിക്കും, അതെങ്ങനെയായിരിക്കും എന്നത് അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അറിയാൻ ആളുകൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ കൗതുകത്തോട് നോക്കുകയും ചെയ്യുന്നത്. ബെബ്കോ പറയുന്നത് ഇന്ന് തന്നെ പേരും വിവരങ്ങളും എല്ലാം അറിയാമെന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് പേര് വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ പുറത്ത് ഇറക്കുന്ന ഈ 21-ാമത്തെ ദിവസം 21-ാം തീയതി മന്ത്രി MP രാജേഷ് തന്നെ ഈ പേര് പുറത്തേക്ക് അറിയിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ അരുൺ ഇപ്പൊ പറഞ്ഞ ഈ 3-4 പേരുകൾ അന്നുണ്ടാകുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരുപാട് പേരുകൾ ഇങ്ങനെ ആളുകൾ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പേരായിരിക്കും ഈ പുതിയ ബ്രാൻഡിക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത് അരുൺ. ഓക്കെ, ഒരു സംശയം, സുരക്ഷയാണെങ്കിൽ എന്ത് പേരിട്ടേനെ? അരുൺ, ഞാനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയിപ്പോ അവരുടെ ആ പേരിട്ടോട്ടെ എന്നുള്ളൊരു ഇതിൽ പോവുകയാണ്. ഓക്കെ, ശരി, താങ്ക് യു സുരേഷ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പേര് നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അത് പിന്നീട് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് അത് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഒരു പേരുമായിട്ട് ഇന്നിപ്പോൾ ബ്രാൻഡ് വരും. എല്ലാത്തിനും വില കൂടുകയാണെന്നൊക്കെയല്ലേ പറയുന്നത്. ഇതിന് വില കുറവാണ് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. 1/2 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് തുടക്കത്തിൽ ലഭിക്കുക. വാങ്ങി കുടിക്കാതിരിക്കുന്നതാണ് മൊത്തത്തിൽ നല്ലത്. കാരണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുനിഷ അയ്യല്ലൂർ ആയിരുന്നു നമുക്കൊപ്പം ചേർന്നത്.